എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 16. ഒന്നാമത്തെ ചോദ്യം: കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം? എ റഷ്യ, ബി ബ്രിട്ടൻ, സി ജർമ്മനി, ഡി ജപ്പാൻ. ഉത്തരം എ റഷ്യ. ഇന്ദിരാഗാന്ധി ആറ്റോമിക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൽപ്പാക്കം, തമിഴ്നാട്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം 235. 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യ ആണവ നിലയം? കൈഗ. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? എ ദക്ഷിണാഫ്രിക്ക, ബി ഓസ്ട്രേലിയ, സി അന്റാർട്ടിക്ക, ഡി സൈബീരിയ. ഉത്തരം സി അന്റാർട്ടിക്ക. ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ ഭൂഖണ്ഡം അന്റാർട്ടിക്ക. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരം കൂടിയ ഭൂഖണ്ഡം അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പര്യവേഷണ കേന്ദ്രങ്ങൾ: 1 ദക്ഷിണ ഗംഗോത്രി, 2 മൈത്രി, 3 ഭാരതി. മൂന്നാമത്തെ ചോദ്യം: വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? എ 76, ബി 42, സി 86, ഡി 74. ഉത്തരം സി 86. 86-ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 2002. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന വകുപ്പ്? 21A. നാലാമത്തെ ചോദ്യം: 1000 ദ്വീപുകളുടെ നാട് എന്നറിയപ്പെടുന്നത്? എ ഇന്തോനേഷ്യ, ബി ലക്ഷദ്വീപ്, സി ഹവായ് ദ്വീപ്, ഡി മാലിദ്വീപ്. ഉത്തരം എ ഇന്തോനേഷ്യ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്? ജപ്പാൻ. പാതിര സൂര്യൻ്റെ നാട്? നോർവേ. മഴവിൽ ദേശം? ദക്ഷിണാഫ്രിക്ക. 1000 തടാകങ്ങളുടെ നാട്? ഫിൻലാൻഡ്. കഴുകന്മാരുടെ നാട്? അൽബേനിയ. വെള്ളാനകളുടെ നാട്? തായ്ലൻഡ്. അഞ്ചാമത്തെ ചോദ്യം: ലോകബാങ്കിൻ്റെ ആസ്ഥാനം? എ ജനീവ, ബി വിയന്ന, സി റോം, ഡി വാഷിങ്ടൺ. ഉത്തരം ഡി വാഷിങ്ടൺ. ലോകബാങ്ക് നിലവിൽ വന്നത് 1945 ഡിസംബർ 27. ലോകബാങ്കിൽ നിന്നും വായ്പ എടുത്ത ആദ്യ രാജ്യം ഫ്രാൻസ്. ലോകബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് യൂജിൻ മേയർ. ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആര്? അമേരിക്കൻ പ്രസിഡന്റ്. ആറാമത്തെ ചോദ്യം: ശാന്തി നികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? എ ഉത്തർപ്രദേശ്, ബി പഞ്ചാബ്, സി മധ്യപ്രദേശ്, ഡി പശ്ചിമ ബംഗാൾ. ഉത്തരം ഡി പശ്ചിമ ബംഗാൾ. ശാന്തി നികേതൻ ആരംഭിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. വർഷം 1901. ശാന്തി നികേതൻ പിൽക്കാലത്ത് അറിയപ്പെട്ടത് വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ പ്രധാനമന്ത്രി. ഏഴാമത്തെ ചോദ്യം: ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? എ ഗോദാവരി, ബി കൃഷ്ണ, സി ഗംഗ, ഡി മഹാനദി. ഉത്തരം ഡി മഹാനദി. ഒറീസയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ട് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യ വനിതാ രാഷ്ട്രപതി? എ പ്രതിഭ പാട്ടീൽ, ബി സരോജിനി നായിഡു, ഡി ഇന്ദിരാഗാന്ധി, ഡി ഇവരൊന്നുമല്ല. ഉത്തരം എ പ്രതിഭ പാട്ടീൽ. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായത് സക്കീർ ഹുസൈൻ. രാഷ്ട്രപതിയായ മലയാളി KR നാരായണൻ. ഒമ്പതാമത്തെ ചോദ്യം: ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങൾ ഉള്ളത്? എ കേരളം, ബി ബീഹാർ, സി ഉത്തർപ്രദേശ്, ഡി മധ്യപ്രദേശ്. ഉത്തരം സി ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തം കഥക്. കുംഭമേള നടക്കുന്ന സ്ഥലം അലഹബാദ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്.